ഇന്നലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ വ്യക്തത വരുത്തിയപ്പോൾ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. സാധാരണ നിലയിൽ അപ്പോയിൻമെൻ്റ് ലഭിക്കാനിടയില്ലാത്ത ഏറ്റവും സുരക്ഷിതമായ പശ്ചാത്തലത്തിൽ ഒരു വ്യക്തിയെ കൈകാര്യം ചെയ്യുന്ന അപൂർവം ആളുകളിൽ ഒരാളാണ് സോണിയാഗാന്ധി. ആ സോണിയാഗാന്ധിയെ എങ്ങനെയാണ് അടൂർ പ്രകാശും അതുപോലെ തന്നെ ഇപ്പോഴും അവിടുത്തെ MP ആയിട്ടുള്ള ആന്റോ ആന്റണിയും ബെല്ലാരിയിൽ നിന്നുള്ള സ്വർണ്ണ കച്ചവടം നടത്തിയെന്ന് ഈ കേസിൻ്റെ ഭാഗമായി സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായിട്ടുള്ള കേസിൽ പ്രതിയാക്കപ്പെടുകയും ചെയ്ത രണ്ട് പ്രതികളും സോണിയാഗാന്ധിയുമായിട്ട് എന്തടിസ്ഥാനത്തിലാണ് ഒരു കൂടിക്കാഴ്ച നടത്തുകയും സൗഹൃദപരമായി ആ കൂടിക്കാഴ്ചയുടെ ഭാഗമായി ഫോട്ടോ പരസ്പരം ആലോചിച്ചെടുക്കുകയും കയ്യിൽ എന്തോ ഒരു സാധനം കെട്ടിക്കൊടുക്കുകയും വളരെ പ്രധാനമായിട്ട് നമുക്കെല്ലാം കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള സമ്മാനം നൽകുകയും ചെയ്യുന്ന രണ്ട് ഫോട്ടോകളാണ് രണ്ട് സന്ദർഭങ്ങളിലായിട്ടുള്ളത് പുറത്ത് വന്നിട്ടുള്ളത്. ഇതാരാണ് ഈ അപ്പോയിൻമെൻറ്റ് സംഘടിപ്പിച്ച് നൽകിയത് എന്ന് ചോദിച്ചപ്പോൾ UDF കൺവീനർക്ക് ഉത്തരവില്ല. അപ്പോൾ പ്രകോപനപരമായിട്ട് സംസാരിക്കുകയാണ്. പലരുടെയും ഒപ്പം ഉണ്ണികൃഷ്ണ പോറ്റിയും അതുപോലെ തന്നെ ഈ സ്വർണ്ണ ഈ കേസിൻ്റെ ഭാഗമായിട്ടുള്ള സ്വർണ്ണ ജ്വല്ലറിയുടെ ഉടമയും അവരെ കണ്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ UDF കൺവീനർ എപ്പോഴും എന്തോ മറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പലരുടെയും ഒപ്പം പോയിട്ടുണ്ട് എന്നുള്ള പ്രയോഗത്തോടെ അത് വ്യക്തമാണ്.